സർവകലാശാലയിലെ വി.സി നിയമനത്തിൽ മുഖ്യമന്ത്രിയെ ഇനി ആവശ്യമില്ല, ഒഴിവാക്കണമെന്നാണ് ഗവർണർ ആവശ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി തന്നെ നൽകിയിട്ടുണ്ടല്ലോ. എന്തായിരിക്കും ഗവർണറിന്റെ ഉദ്ദേശം? ഗവർണർ വളരെ കൃത്യമാണ്. സർവകലാശാലയുടെ പ്രവർത്തനം അത് സുതാര്യവും സത്യസന്ധവും രാഷ്ട്രീയ വിമുക്തവും സർവോപരി വിദ്യാർത്ഥികളുടെ ഭാവി എന്താ പറയുക, അവരുടെ ഭാവിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. അല്ലാതെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പെറാട്ട് നാടകം നടത്താനുള്ള ഒരു വേദിയല്ല സർവകലാശാലകൾ. ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയമായ നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല സർവകലാശാലകൾ, കോളേജുകൾ, വിദ്യാർത്ഥികൾ എന്നുള്ളതാണ് ഗവർണറുടെ നിലപാട്. വളരെ വ്യക്തമാണ്. ഇത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല, ഈ രണ്ട് സർവകലാശാലകളുടെ വി.സി നിയമനത്തിന് സെർച്ച് കമ്മിറ്റിയെ രൂപീകരിക്കാൻ സുപ്രീം കോടതി തന്നെ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, അത് സംബന്ധിച്ച് വിവിധ കേസുകൾ നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം ബംഗാളിൽ സ്വീകരിച്ചതുപോലെ, ബംഗാളിൽ അവിടെ തൃണമൂൽ കോൺഗ്രസും മമതയുമാണല്ലോ ഈ ഏടാകൂടങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ അവസാനം സുപ്രീം കോടതി തന്നെ നേരിട്ട് ഇടപെട്ട് ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഇടക്കാല ഉത്തരവ് കൊടുക്കുകയും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. സമാനമായ രീതിയിൽ കേരളത്തിലും ചെയ്യാം എന്ന് സുപ്രീം കോടതി ഒരു ആഗസ്റ്റ് 18 ഒരു ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശിച്ചു. അത് ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ ഒഴിവാക്കണം. ആ സെർച്ച് കമ്മിറ്റിയിൽ നിന്ന്, അതായത് സെർച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൊടുക്കുന്നത് മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രി മുൻഗണന പ്രകാരം പറയും. ഇപ്പോൾ 4 പേരുടെ പേരുകൾ കൊടുത്തു, സെർച്ച് കമ്മിറ്റി വി.സിമാരാക്കാൻ യോഗ്യതയുള്ള 4 പേരെ കണ്ടെത്തിയെന്നിരിക്കട്ടെ. ആ 4 പേരിൽ ഒന്നാമനാര്, രണ്ടാമനാര്, മൂന്നാമനാര്, നാലാമനാര് എന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയായിരിക്കും. അതിൽ നിന്ന് ഗവർണർ അപ്പോയിൻ്റ് ചെയ്തുകൊള്ളണം. അത് നടക്കില്ല. ആർലേക്കർ വളരെ കൃത്യമായിട്ട് നിലപാടെടുത്തിരിക്കുകയാണ്. ഇത് പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഹർജി കൊടുക്കുന്നത്. അവിടെ ഗവർണർക്ക് കൃത്യമായ നിലപാടുണ്ട്. ഗവർണർ പറഞ്ഞിരിക്കുന്നത് UGCയുടെ ഒരു പ്രതിനിധിയെ കൂടെ ഉൾപ്പെടുത്തണം. ഈ സെർച്ച് കമ്മിറ്റിയിൽ UGCയുടെ ഒരു പ്രതിനിധിയെ ഇപ്പോൾ വച്ചിട്ടില്ല. നോക്കൂ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ ഫണ്ട് വാങ്ങാം. അവരാണ് ഈ സർവകലാശാലകളുടെ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എത്രയോ കാലങ്ങളായി, വർഷങ്ങളായി, പതിറ്റാണ്ടുകളായിട്ട് UGCയുടെ നിയന്ത്രണത്തിലാണ് നമ്മുടെ സർവകലാശാലകൾ. സംസ്ഥാന സർക്കാരുകളുടെയും നിയമങ്ങളുണ്ട് സർവകലാശാല നടത്തിപ്പിൽ, ഒക്കെ ശരിയാണ്. പക്ഷേ ആ UGCയെ ഒഴിവാക്കിക്കൊണ്ട് UGCയുടെ ഒരു പ്രതിനിധി പോലും ഇല്ലാതെ സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? അപ്പോൾ അതിനകത്തൊരു ദുരൂഹതയുണ്ട്. ഗവർണർ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഗവർണറുടെ നിലപാട് വളരെ ശരിയാണ്. ഗവർണർ സത്യസന്ധവും സുതാര്യവുമായിട്ട്, ഗവർണർ എനിക്കിഷ്ടപ്പെട്ട ഒരാളെ വി.സി ആക്കണമെന്നല്ലല്ലോ പറഞ്ഞത്. ഗവർണർ ചാൻസലറാണ്. ചാൻസലർക്ക് ഇഷ്ടപ്പെട്ട ഒരാളിനെ വി.സി ആക്കാനല്ലല്ലോ പറയുന്നത്. കാര്യങ്ങൾ നിയമപ്രകാരം, ചട്ടപ്രകാരം നടക്കണം. ചട്ടപ്പടി നടക്കുന്ന ആ സംവിധാനം സുതാര്യമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. അവിടെ സെർച്ച് കമ്മിറ്റിയെ, സർക്കാരിൻ്റെ പ്രതിനിധികളെ ഒഴിവാക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടിട്ടില്ല. ഗവർണർ ഇപ്പോൾ സർക്കാരും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറയുന്നത് RSS അനുഭാവികളെ കുത്തി നിറയ്ക്കുന്നു എന്നാണ്. എവിടെ കുത്തി നിറയ്ക്കാനാണ്? ഈ RSS അനുഭാവികൾ ഒരുപാട് പേര്, ഇവർ ഈ RSS അനുഭാവിയാണോ അല്ലയോ എന്ന് ഇവരെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഇത് ഈ ചുരണ്ടി നോക്കി അറിയാൻ പറ്റുമോ? അതോ ഈ ചൂഴ്ന്നെടുത്ത്, നമ്മൾ ഈ ചക്കയോ മാങ്ങയോ ഒക്കെ ആണെങ്കിൽ പഴുത്തോന്ന് അറിയാനൊന്ന് പിതുക്കി നോക്കിയാൽ മതി, അമർത്തി നോക്കിയാൽ മതി, അറിയാൻ പറ്റും. ഇത് അങ്ങനെ അമർത്തി നോക്കിയോ കുത്തി നോക്കിയോ വല്ലതും അറിയുന്നതാണോ RSS അനുഭാവിയാണോ അല്ലയോ എന്ന്? ഇവരിത് ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഇത് ആരുടെ കണ്ണി പൊടിയിടാനാണ്? 4 വോട്ടിന് വേണ്ടി ഇവിടുത്തെ മുസ്ലിം പ്രീണനം നടത്തി എങ്ങനെയെങ്കിലും 4 വോട്ട്, അതായത് RSSനെ മെരുക്കാനും നിയന്ത്രിക്കാനും വരച്ച വരയിൽ നിർത്താനും ഇവിടെ ഞങ്ങളെ ഉള്ളൂ എന്ന മറ്റേ ഈ പറഞ്ഞ പോലെ ഇവനോട് തൽക്കാലം എതിരിടാൻ ഞാനേ ഉള്ളൂ എന്ന ഭാവമുണ്ടല്ലോ, അത് വരുത്തി തീർക്കാനാണ് ഈ കളിയൊക്കെ കളിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പുറകിൽ വേറെ ചില ലക്ഷ്യങ്ങളുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി, ഇപ്പോൾ അറിയാം, നമുക്ക് ഇന്നിപ്പോൾ പുറത്തു വന്നൊരു വാർത്ത, നമ്മുടെ കൃഷി വകുപ്പിൽ കേര പദ്ധതിക്ക് ലോകബാങ്കിൽ നിന്നൊരു ലോണ് കിട്ടി. ഏതാണ്ട് 3000 കോടിക്ക് അടുത്താണ് ആ ലോൺ കിട്ടിയിരിക്കുന്നത്. ആ തുക മുഴുവനും വകമാറ്റി ചെലവഴിച്ചിരിക്കുകയാണ് സർക്കാർ.
നോക്കൂ, ലോൺ എടുത്ത പണം, കടമായിട്ട് വന്ന കടം വാങ്ങിയ പണം നമ്മൾ എന്തിനാണോ ഏത് കാര്യത്തിനാണോ കടം വാങ്ങിയത് ആ കാര്യത്തിന് ചെലവഴിക്കാതെ വകമാറ്റി ചെലവഴിക്കുകയാണ്, വേറെ കാര്യത്തിന് ചെലവഴിക്കുകയാണ്. ഇതിൻ്റെ പേര് അഴിമതി, ധൂർത്ത്, കെടുകാര്യസ്ഥത, ക്രമക്കേട് എന്നൊക്കെയാണ്. അതാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കൃഷി വകുപ്പിൽ വലിയ പോര് നടക്കുകയാണ്. വകുപ്പ് സെക്രട്ടറി ഇന്ന് എവിടെ നിൽക്കുന്നു? സർക്കാരിനെതിരെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു? IASകാർക്കിടയിൽ തന്നെ കടുത്ത അതൃപ്തിയും ആശങ്കയുമുണ്ട് സംസ്ഥാനത്തിൻ്റെ കാര്യത്തെക്കുറിച്ച്. ഈ സർക്കാർ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ഇങ്ങനെ അങ്ങ് ലക്കും ലഗാനുമില്ലാതെ പായുകയാണ്. സംസ്ഥാനം കടുത്ത കടഭീഷണിയിൽ, വലിയ ബുദ്ധിമുട്ടിലാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, കടക്കണിയിലാക്കിയിരിക്കുകയാണ് സംസ്ഥാനത്തെ. എന്നിട്ടും അവർ പറയുന്നു ഞങ്ങൾ ഏറ്റവും മികച്ച നമ്പർ 1. ഒരു 5 കൊല്ലം മുമ്പ് ഉദ്ഘാടനം ചെയ്ത തുരങ്കപാത ഈ അടുത്ത ഇലക്ഷന് മുമ്പ്, 5 വർഷം കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ വരാൻ നേരത്ത് അത് ഉദ്ഘാടനം ചെയ്യുകയാണ് വീണ്ടും. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അപ്പം ഗവർണർ വളരെ കൃത്യമാണ്. ഇവിടെ ഒന്നും വഴിവിട്ട ഒരു കാര്യവും ഗവർണർ ചെയ്തിട്ടില്ല. അത് ചെയ്യാൻ ഗവർണർ തയ്യാറുമല്ല. അദ്ദേഹം ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ കൊണ്ട് 2 വിഭാഗത്തിനും വലിയ തിരിച്ചടി ഉണ്ടാകുന്നുണ്ടല്ലോ. അത് ചില വിഷയങ്ങളിൽ സർക്കാരിനും ചില വിഷയങ്ങളിൽ ഗവർണർക്കും തിരിച്ചടി അല്ല. സുപ്രീം കോടതിയുടെ നിലപാട് കൊണ്ട് ഗവർണർക്കല്ല തിരിച്ചടി. അത് സംഭവിക്കുന്നത് കേരള ഹൈക്കോടതിയിൽ നിന്നാണ്. കേരള ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഈ ഗവർണർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളെ എന്തുകൊണ്ടോ പൂർണ്ണമായിട്ടും സ്വീകരിക്കുന്നില്ല. അതേസമയം സുപ്രീം കോടതി കേരള ഹൈക്കോടതി വിധി പറഞ്ഞ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് മറിച്ച് വിധി വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കേരള ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു ഹർജിയിൽ ഉണ്ടായിരിക്കുന്ന വിധിക്ക് നേരെ എതിരായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. എത്രയോ കേസുകളിൽ നമ്മളത് കണ്ടിരിക്കുന്നു. സുപ്രീം കോടതി ഇവിടെ വളരെ സുപ്രീം കോടതിയുടെ മുമ്പിൽ സുപ്രീം കോടതി പറഞ്ഞു, ഡിജിറ്റൽ സർവകലാശാലയുടെ കാര്യത്തിൽ, സാങ്കേതിക സർവകലാശാലയുടെ കാര്യത്തിലും സുപ്രീം കോടതി വ്യക്തമായിട്ട് പറഞ്ഞു, ജീവനക്കാർ 2 മാസമായിട്ട് പെൻഷൻ വാങ്ങിയിട്ടില്ല സാങ്കേതിക സർവകലാശാലയിൽ. ഇനിയും ഇത് സ്തംഭിപ്പിക്കരുത് എന്നാണ് കോടതി കൈയെടുത്ത് തൊഴുതുകൊണ്ട് പറഞ്ഞത് സംസ്ഥാന സർക്കാരിനോട്. സിൻഡിക്കേറ്റ് യോഗം കൂടുന്നില്ല, ബില്ലുകൾ, ബജറ്റ് പാസ്സാക്കിയിട്ടില്ല, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ, സർവകലാശാലയുടെ ദൈനംദിന ചെലവുകളൊക്കെ നടക്കണ്ടേ, കാര്യങ്ങൾ നടക്കണ്ടേ. വണ്ടിക്ക് പെട്രോൾ ഒഴിച്ചാലേ ഓടുള്ളൂ വണ്ടി. പെട്രോൾ പമ്പുകാരൻ എത്ര നാൾ കടം തരും? അപ്പോൾ ഇതൊന്നും എന്താ പറയുക, ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. സർവകലാശാല പൊളിഞ്ഞാലും തകർന്നാലും വിദ്യാർത്ഥികളുടെ ഭാവി ഇരുട്ടിലായാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ പറയുന്നതേ നടക്കൂ. അത് വകവെച്ചു കൊടുക്കാൻ ആർലേക്കർ തയ്യാറല്ല. അതിൻ്റെ തെളിവാണ് ഈ ഹർജി, ഈ പുനഃപരിശോധനാ ഹർജി അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. വളരെ കൃത്യമാണ്. മുഖ്യമന്ത്രിയെ ഈ സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണം. കാരണം ഇത് കാര്യങ്ങൾ സുതാര്യമായിട്ട് നടക്കണം. ഈ പറഞ്ഞ പോലെ ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കി, ആ സെർച്ച് കമ്മിറ്റി കൃത്യമായിട്ട് ആ പാനലിനെ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നു. മുഖ്യമന്ത്രി തീരുമാനിക്കും 1, 2, 3, 4. അത് ഗവർണർ വകവെച്ചു കൊടുക്കാൻ തയ്യാറല്ല. അതിൽ നിന്ന് മുഖ്യമന്ത്രി പറയുന്ന ആളിനെ തീരുമാനിച്ച് ഒപ്പിടാനിരിക്കുകയല്ല ഗവർണർ. അതിനകത്ത് ക്രമക്കേടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യും. അത് ഗവർണർ അംഗീകരിക്കില്ല എന്ന് വ്യക്തമായ ഒരു എന്താ പറയുക മറുപടിയാണ് ഗവർണർ ഇതിലൂടെ നൽകിയിരിക്കുന്നത്. കാര്യങ്ങൾ സത്യസന്ധവും സുതാര്യവുമായിട്ട് പോകട്ടെ, നിയമപ്രകാരം പോകട്ടെ, ചട്ടപ്പടി പോകട്ടെ. അതിനെ അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാരല്ല ആര് വന്നാലും അത് സാധിക്കില്ല. സുപ്രീം കോടതി ഗവർണർ ചെയ്യുന്നതിനകത്ത് നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സുപ്രീം കോടതി കൃത്യമായിട്ടും അത് ചൂണ്ടിക്കാണിക്കുകയും അതിനെ ഗവർണറുടെ നടപടിയെ റദ്ദാക്കുകയും ചെയ്യട്ടെ. ഇവിടെ നമുക്ക് ആവശ്യം സർവകലാശാലകൾ സത്യസന്ധമായി, സുതാര്യമായി, കാലത്തിന് അനുയോജ്യമായ രീതിയിൽ വിദ്യാർത്ഥികളുടെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ വിമുക്തമായി പ്രവർത്തിക്കണം. അല്ലാതെ അത് CPMൻ്റെ കേഡർമാരെ വാർത്തെടുക്കാനുള്ളൊരു കളരിയായിട്ട് മാറരുത്. അങ്ങനെ മാറ്റാൻ ശ്രമിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ട്. അവരത് ചോദ്യം ചെയ്യും. ഇനി നാളെ ഇത് കോൺഗ്രസ്സുകാരാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും നമുക്കിതേ നിലപാട് തന്നെ. നാളെ BJPക്കാർ ഇത് ചെയ്താൽ അവിടെയും ഇതേ നിലപാട് തന്നെ. ഈ RSSകാരെ കൊണ്ട് കുത്തി നിറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ RSSകാരൊന്നും മനുഷ്യരല്ലേ? അവരിൽ യോഗ്യരായ ആൾക്കാരുണ്ടെങ്കിൽ അവരെയും എടുക്കണം. ഞാൻ പറയുന്നത് ഒരാളിൻ്റെ യോഗ്യത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിലാകരുത്. മറിച്ച് അയാളുടെ അക്കാഡമിക് നിലവാരവും അയാളുടെ അനുഭവ സമ്പത്തും അയാളുടെ കരിയറിൻ്റെ ട്രാക്ക് റെക്കോർഡും ഒക്കെ വെച്ചായിരിക്കണം.
അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടി പിന്താങ്ങിയത് കൊണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗുഡ് ബുക്കിൽ ഉൾപ്പെട്ടത് കൊണ്ട് ഒരാളെ സ്വീകരിക്കരുത്, ഒരാളെ ഒരു സ്ഥാനത്തേക്ക് നിയോഗിക്കരുത്. മറിച്ച് മെറിറ്റ് അടിസ്ഥാനമാക്കി, അക്കാദമിക് യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ കഴിവും അനുഭവ സമ്പത്തും പരിഗണിച്ച് അങ്ങനെയൊക്കെ മിടുക്ക് തെളിയിച്ച ഒരാളിനെ വേണം ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ. അതാണ് വേണ്ടത്. സത്യത്തിൽ സുപ്രീം കോടതി ഇപ്പോൾ ഏറ്റവും ഉചിതമായൊരു തീരുമാനം എടുക്കേണ്ട സന്ദർഭമാണ്. കോടതി എല്ലാ വശങ്ങളും പരിശോധിച്ച് ആ തീരുമാനം എടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗവർണർ വളരെ കൃത്യമായിട്ട് തൻ്റെ ഭാഗം ഒരു ചാൻസലർ എന്നുള്ള നിലയ്ക്ക് താൻ എന്താണോ ചെയ്യേണ്ടത് അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഗവർണർ ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്നും അദ്ദേഹം സഹായം തേടിയിരിക്കുന്നതും അനുകൂലമായൊരു വിധി ആഗ്രഹിക്കുന്നതും ആ തരത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.